നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് താൻ എങ്ങനെയാണ് ഉമ്മയെ ആക്രമിച്ചത്, അതുപോലെ സൽമ ബീവിയെ ആക്രമിച്ചത്, ആ ഒരു സമയം എപ്പോഴാണ് എന്നതടക്കമുള്ള അഫാന്റെ കൂടുതൽ മൊഴികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലായി പുറത്തു വരുന്നത്. നമുക്ക് വിശദമായി നോക്കാം. ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അമ്മ ഷെമിയെ അഫാൻ ആക്രമിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ്. വഴക്കിട്ട ശേഷം ഉമ്മയുടെ കഴുത്തിൽ ഷോള് മുറുക്കി. മരിച്ചെന്ന് കരുതി വീട് പൂട്ടി ഇറങ്ങി ചുറ്റിക വാങ്ങി. നേരെ പോയത് പാങ്ങോട് സൽമ ബീവിയുടെ, അതായത് അമ്മുമ്മയുടെ വീട്ടിലേക്ക്. അവിടെ എത്തി അമ്മുമ്മയെ കൊന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഉടൻ തന്നെ അഫാൻ ചെയ്തത് ചുറ്റിക കൊണ്ട് വീണ്ടും ഉമ്മയുടെ തലയ്ക്ക് അതിക്രൂരമായി അടിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ ഏറ്റവും പുതിയ ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മറ്റു ചില വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നത് എന്നാണ്. മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. തുടർന്ന് അഫാന്റെ ഇഷ്ട ഭക്ഷണം പോലീസ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നതും കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്. ഇപ്പോൾ പൊറോട്ടയും ചിക്കനും വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പ്രതിയുടെ ആവശ്യം അനുസരിച്ചുള്ള ഭക്ഷണം പോലീസ് അധികൃതർ നൽകുന്നുണ്ട്. രാത്രി കിടക്കാൻ വേണ്ടി അഫാന് നൽകുന്നത് പേപ്പറുകളാണ്. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉണ്ടായിരുന്നു. കിട്ടിയ പത്രം മുഴുവൻ അഫാൻ വായിച്ചു. തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങിച്ചു. തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ച് നൽകുകയും ചെയ്തു. എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. കൊണ്ടു നടക്കാൻ എളുപ്പത്തിന് ചുറ്റിക വാങ്ങി. കൊലപ്പെടുത്തുന്ന രീതി ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ല. മൊബൈൽ പരിശോധനയിൽ അടക്കം, അതായത് ഇന്റർനെറ്റിൽ ഈ പ്രതി ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തിരഞ്ഞിട്ടില്ല എന്ന കാര്യം മൊബൈൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, അതായത് കടം വളരെ വലിയ രീതിയിൽ പെരുകിയതിനാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന മൊഴിയിൽ തന്നെ ഇപ്പോഴും അഫാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു. അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചിരുന്നു. അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമെന്നായിരുന്നു ആവശ്യം വന്നത്. അതിനൊരു വഴിയുമില്ലായിരുന്നു. ഇതോടെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങി. ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി. അഫാൻ 2.5 ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങി. ഇതോടെ കടം നൽകിയവർ വളരെ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി. സുഹൃത്ത് ഫർസാനയിൽ നിന്ന് മാല വാങ്ങിയിരുന്നു. അത് തിരികെ ചോദിച്ചിരുന്നു ഫർസാന. പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് മാല കൈമാറിയത്. ഇത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത്. ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾ വളരെ വലിയ രീതിയിൽ പെരുകിയതോടെ എല്ലാവരെയും കൊലപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് അഫാൻ എത്തുകയായിരുന്നു. അഫാൻ ഒരു 70 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു കടം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അഫാന്റെ പിതാവ് ഇത് സ്ഥിരീകരിക്കുന്നില്ല. അതായത് ഷെമി ചിട്ടി നടത്തി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്ന വിവരം അഫാന്റെ പിതാവ് സ്ഥിരീകരിക്കുന്നില്ല. ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചുവെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നിർണായകമായ തെളിവെടുപ്പ് നടന്നിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണം എന്നൊരു ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. DMOയ്ക്ക് ഇതിനായി കത്ത് നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച അഫാനെ വീണ്ടും പുറത്തിറക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടക്കും. അതേസമയം അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ കേസിൽ ഇയാളുടെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. തുടർന്ന് കിളിമാനൂർ പോലീസ്, അതായത് പിതൃ സഹോദരൻ ലത്തീഫും ഭാര്യ ഷാഹിദയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കാനാണ് അടുത്ത നീക്കം. അതിനുശേഷം അവസാനമായിരിക്കും വെഞ്ഞാറമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക. വെഞ്ഞാറമൂട് 23-കാരൻ അഫാൻ ഓടി നടന്നാണ് 5 കൊലപാതകങ്ങൾ നടത്തിയത്. മാതാവ് ഷെമിയെ ആക്രമിക്കുന്നു. അതിനുശേഷം പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തുന്നു. ശേഷം പിതൃ സഹോദരൻ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ എന്നിവരെ വകയിരുത്തുന്നു. കാമുകിയെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നു. അനിയനെയും കൊലപ്പെടുത്തുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതി അഫാൻ ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. താൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ നൽകി. പക്ഷേ ഉമ്മ കൊല്ലപ്പെട്ടു എന്നായിരുന്നു പ്രതി കരുതിയത്. പക്ഷേ
പിന്നീടാണ് ഈ ഇടയ്ക്കാണ്, അതായത് 2 ദിവസം മുന്നെയാണ് ഉമ്മ മരിച്ചിട്ടില്ല, ചികിത്സയിലുണ്ട് എന്ന വിവരം അറിഞ്ഞത്. മാത്രമല്ല ഈ ഉമ്മയെ ഇളയ മകൻ്റെ മരണം അറിയിച്ചപ്പോൾ ഉമ്മയുടെ ആരോഗ്യനില വഷളാകുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ ഉമ്മയ്ക്ക് താൻ മരിക്കണം, എനിക്ക് മകനൊപ്പം പോകണം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.